ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ഇന്നലെ പ്ലാച്ചിയെ നഷ്ടപ്പെട്ട ആ ഒരു സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആകുലതപ്പെട്ട് നടക്കുന്ന അനുമോളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അനീഷ് വന്ന് അവിടെ ഇരിക്കുന്ന സമയത്താണെങ്കിലും അനീഷിനോട് ചോദിക്കണമെന്നുണ്ട്, എന്നാൽ വലിയൊരു ബുദ്ധിമുട്ടുമാണ്. അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ അനുമോൾ അത്ര അധികം തിരയുന്ന സമയത്ത് അനീഷിന് കാര്യം മനസ്സിലായി, പക്ഷേങ്കിൽ എന്താണെന്ന് ചോദിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അനീഷിൻ്റെ അടുത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും അനീഷ് ഇരിക്കുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ അനീഷിൻ്റെ ബെഡിലോട്ട് കയറി പതിയെ ആ ഒരു തലകണയൊക്കെ തന്നെ പൊക്കി നോക്കുന്ന അനുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോഴും അനീഷ് ഇങ്ങനെ നോക്കുന്നുണ്ട്, അപ്പോഴും മറുപടിയൊന്നുമില്ല. രണ്ടുപേർക്കും മിണ്ടണം എന്നുണ്ട്, പക്ഷേങ്കിൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവരത് തടസ്സപ്പെടുത്തുവാണ്. പിന്നെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇപ്പോഴും ഇഷ്ടം തന്നെ ഉണ്ട്. കാരണം ആദ്യ സമയത്ത് മിണ്ടിയില്ലെങ്കിലും പിന്നീട് രണ്ടാമത് അനീഷ് വരുന്ന സമയത്ത് അനീഷേട്ടാ എൻ്റെ പ്ലാച്ചിനെ കണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ അനു ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് ചോദിക്കുന്നുണ്ട്, അയ്യോ എന്ത് പറ്റി, പോയോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് തപ്പാട്ടോ, ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ട് ഉറപ്പായിട്ടും തപ്പിത്തരുന്നതാണ്, വിഷമിക്കൊന്നും വേണ്ട, സമാധാനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന അനീഷിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അനീഷും ചിലപ്പോൾ വിചാരിച്ച് കാണാം നെഗറ്റീവ് ഒന്നും ആകണ്ട, നമുക്ക് ഇനിയിപ്പോൾ ഹാപ്പി ആയിട്ട് അങ്ങ് പിരിയാം. അനുമോൾ ചോദിക്കുമ്പോൾ ഒരു മറുപടി പറയാം, അതേപോലെ തന്നെ അനുമോളും അനീഷേട്ടൻ ചോദിക്കുന്ന സമയത്ത് ഒരു മറുപടി പറയാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അവർ കളിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അവസാനം പ്ലാച്ചീനെ സ്റ്റോർ റൂമിൽ വെച്ച് കിട്ടുന്നുണ്ടായിരുന്നു. ആര്യനൊക്കെ വെറുതെ അനുമോൾക്ക് കണ്ടന്റ് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് പോകുന്നത്. ആര്യനൊക്കെ കോമഡി കാണിക്കുന്നത്, പക്ഷേങ്കിൽ സ്ക്രീൻ സ്പേസ് ഫുള്ള് ഈ ഒരു എക്സ് കണ്ടസ്റ്റൻസ് വന്നതിന് ശേഷം ആ ഒരു 6 പേരിൽ നിന്ന് അനുമോളെ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അതിനുള്ള കോണ്ടന്റ് എല്ലാം വിട്ടു കൊടുത്തിട്ടുള്ളത് നമ്മുടെ എക്സ് കണ്ടസ്റ്റൻസ് തന്നെയാണ്. അങ്ങനെ നല്ലൊരു വോട്ട് ഇവരായിട്ട്, അതായത് തകർക്കാൻ വന്നിട്ടുള്ള ഇവരായിട്ട് തന്നെ അനുമോൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും മറ്റൊരു സത്യമായിരുന്നു.